നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള ദേവപ്രതിഷ്ഠകളും ചിത്രങ്ങളും നാം ആരാധനയ്ക്കായി ഉപയോഗിക്കാറുണ്ട്. ചില മന്ത്രങ്ങൾ, താന്ത്രിക കർമ്മങ്ങൾ എന്നിവ ചിട്ടയോടെ നടത്താറുമുണ്ട്. എന്നാൽ ഈ രൂപഭാവങ്ങളും ചിട്ടകളുമെല്ലാം ആരാണ് നിശ്ചയിച്ചത്? ഇതിൻ്റെ ശാസ്ത്രീയത എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല. ഇതറിയാതെ ഈ വക കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തർത്ഥമാണുള്ളത്? ശാസ്ത്രീയതയ്ക്കപ്പുറം ഭാവനയുടെ അംശം ഇതിൽ ധാരാളം കടന്നുകൂടിയിട്ടുമുണ്ട് താനും. അങ്ങനെയെങ്കിൽ അവിടെ പരിഗണിക്കേണ്ടത് നമ്മുടെ മാനസികമായ തൃപ്തിയാണ്. അവനവൻ്റെ വിശ്വാസങ്ങൾക്ക് തന്നെയാണ് ഏത് കർമ്മങ്ങളിലും പ്രാധാന്യം. എന്നാൽ അത് സമൂഹത്തിൻ്റെ പൊതുവായ വിശ്വാസങ്ങളെ ബാധിക്കരുത് എന്ന് മാത്രം. ഏതു കാര്യത്തിലും ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. ഇന്ത്യയിലെ പ്രശസ്തമായ ആരാധനാലയവും സാംസ്കാരിക കേന്ദ്രവും ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ന്യൂഡൽഹിയിലെ അക്ഷർധാം. 2005 സ്ഥാപിതമായ ഈ ക്ഷേത്രം യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. കോൺക്രീറ്റോ ഇരുമ്പോ ഉപയോഗിക്കാതെ നിർമ്മിച്ചിരിക്കുന്ന ഈ അതിമനോഹര വാസ്തുശില്പം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. श्रीराम राम महाबाहो जानकीपते श्रीराम राम महाबाहो जानकीपते श्रीरमणात्म राम लोकाभिराम राम श्रीरमणात्म राम लोकाभिराम राम श्रीराम सीताभिरामानन्दात्मक विष्णु श्रीराम सीताभिरामानन्दात्मക വിഷ്ണു. ഇത് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. കേരളത്തിലെ 4 പ്രധാന ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. ചാതുർബാഹുവായ വിഷ്ണുവിനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെങ്കിലും ശ്രീരാമനായിട്ടാണ് ആരാധിച്ചു വരുന്നത്. രാജാധിരാജനും അയോധ്യ ചക്രവർത്തിയുടെ ഗാംഭീര്യവും ഉള്ളതിനാൽ തിരുവങ്ങാട്ട് പെരുമാൾ എന്ന നിലയിലും ആരാധിച്ചു വരുന്നുണ്ട്. ഐമ്പെരുമാളിടം എന്ന കോലത്ത് നാട്ടിലെ 5 ദേവപെരുമാക്കളിൽ തെക്കൻ തട്ടകങ്ങളുടെ അധിപനാണ് തിരുവങ്ങാട്ട് പെരുമാൾ. ശ്രീരാമ ദശരഥ നന്ദന ഹൃഷികേശ ഹൃഷികേശ ശ്രീരാമ ദശരഥ നന്ദന ഹൃഷികേശ. പ്രശസ്ത ചരിത്രകാരനായ വില്യം ലോഗൻ തന്റെ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ ബ്രാസ് പഗോഡാസ് എന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 7 നിലയുള്ള ചെമ്പുമേഞ്ഞ ക്ഷേത്രഗോപുരവും വിശാലമായ ക്ഷേത്രപ്പറമ്പും അക്കാലത്ത് പ്രൗഢിയോടെ നിലകൊള്ളുകയായിരുന്നു അത്രേ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ തിരുവങ്ങാട് വില്ലേജിലാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ. ഖരാസുര നിഗ്രഹവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ക്ഷേത്രചരിത്രം. നമസ്തേ വേദപതേ നമസ്തേ
ദുർമാർഗികളായ 2 കാട്ടാളന്മാരായിരുന്നു ശ്വേതൻ, നീലൻ എന്നിവർ. കാവേരി സ്നാനത്തിനായി തലക്കാവേരിയിലേക്ക് പോവുകയായിരുന്ന അഗസ്ത്യമുനിയെ ഇവർ ദേഹോപദ്രവം ഏൽപ്പിച്ചുവത്രേ. ദുർഘടവും സാഹസികവുമായ യാത്രക്കിടയിൽ കാട്ടാളന്മാരുടെ ഉപദ്രവം കൂടിയായതോടെ മഹർഷി കോപാകുലനായി അവരെ ശപിച്ചു. ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് ശാപമോക്ഷത്തിനായി അവർ അപേക്ഷിച്ചപ്പോൾ അഗസ്ത്യമുനി ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ശാപമോക്ഷത്തിനായി 2 പേരും 2 സ്ഥലങ്ങളിലായി തപസ് അനുഷ്ഠിക്കാനാണ് അഗസ്ത്യ മഹർഷി നിർദ്ദേശിച്ചത്. അങ്ങനെ ശ്വേതൻ എന്ന കാട്ടാളൻ തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്രത്തിലും നീലൻ എന്ന കാട്ടാളൻ നീലേശ്വരത്തും എത്തി. തപസ്സിന്റെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇരുവരും അഗസ്ത്യമുനിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് മുനിമാരായി. ഇതിനുശേഷം തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്ര സന്നിധിയിലെ തപോവനത്തോട് തൊട്ടടുത്തുള്ള കാട്ടിൽ ശ്വേതമഹർഷി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു എന്നാണ് സങ്കല്പം. ഖരവധ സമയത്തെ ആധാരമാക്കിയാണത്രേ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. രാമചന്ദ്ര നമസ്തേ, രാമ രാമ നമസ്തേ, രാമഭദ്ര നമസ്തേ, രാമ രാമ നമസ്തേ, രാമചന്ദ്ര നമസ്തേ. രാമായണത്തിലെ സംഭവങ്ങൾ വർത്തമാനകാലവുമായി കെട്ടുപിണഞ്ഞു നിൽക്കുന്ന രസകരമായ കഥകളാണ് തിരുവങ്ങാട് ക്ഷേത്രത്തിനുള്ളത്. വനവാസകാലത്ത് ഖരദൂഷണന്മാരോട് ഏറ്റുമുട്ടേണ്ടി വന്ന ശ്രീരാമൻ സീതാദേവിയെ ഒരു ഗുഹയ്ക്കകത്ത് ഇരുത്തി ലക്ഷ്മണനെ കാവലേൽപ്പിച്ചതായാണ് കഥ. ക്ഷേത്രത്തിന് സമീപമുള്ള പൊക്കുണശ്ശേരി ഭവനം ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നാണ് വിശ്വാസം. വനവാസകാലത്ത് സീതയെ സുരക്ഷിതമായി ഒളിപ്പിച്ചുവെന്ന് കരുതുന്ന ഗുഹാക്ഷേത്രം ഇവിടെയാണുള്ളത്. ഇവിടെ സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും പ്രതിഷ്ഠകളുണ്ട്. ഈ കുടുംബക്ഷേത്രത്തിൽ സ്ത്രീകളാണ് നിത്യവും വിളക്ക് വയ്ക്കുന്നത്. വിശേഷ നാളുകളിൽ മാത്രം ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പൂജാ ചടങ്ങുകൾ നടക്കും. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് വടക്കേടം ശിവക്ഷേത്രം. ശ്വേതമഹർഷി തപസ്സനുഷ്ഠിച്ചിരുന്നത് ഇവിടെയായിരുന്നു. വടക്കേടം ശിവക്ഷേത്രത്തിന് അഭിമുഖമായി മറ്റൊരു ശിവക്ഷേത്രവുമുണ്ട്. കിഴക്കേടം ശിവക്ഷേത്രം. വടക്കേടം മഹാദേവന്റെ ഘോരഭാവത്താൽ മുൻവശത്തെ വിശാലമായ പാടശേഖരങ്ങളും മറ്റും നശിക്കുന്നത് ഒഴിവാക്കാനാണ് കിഴക്കേടം ശിവക്ഷേത്രം നിർമ്മിച്ചത്. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു, ശ്രീരാമ രാമ രമാരമണ. അംഗലാവണ്യത്തിലും മുഖരസഭാവങ്ങളിലും മികച്ചു നിൽക്കുന്നവയാണ് തിരുവങ്ങാട് ശ്രീരാമസന്നിധിയിലെ ദാരുശില്പങ്ങൾ. ദ്വിതാള വാസ്തുരൂപത്തോടു കൂടിയ ശ്രീകോവിലിന്റെ മുകളിലത്തെ നിലയിൽ ചുമരുകളെ പൊതിഞ്ഞ പലകകൾ മുഴുവൻ ശില്പാലങ്കാരങ്ങളാണ്. നമസ്കാര മണ്ഡപത്തിന്റെ മേൽമച്ച് മുഴുവൻ രാമായണ കഥകളുടെ ദൃശ്യാവിഷ്കാരങ്ങളാണ്. കർമ്മം ധ്യാനമാക്കിയ പെരുന്തച്ചന്മാരാണ് ഇവിടുത്തെ ശില്പികൾ എന്നതിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ ശില്പങ്ങളുടെ ബാഹുല്യവും സൗന്ദര്യവും. വിശ്വാസ ഭക്തിയോടും ശ്രീകോവിൽ ചുമർ മുഴുവൻ സുധാശില്പങ്ങളാണ്. തോരണങ്ങളും പഞ്ചരങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ചുമരുകളിൽ ഭാഗവതത്തിലെയും പുരാണങ്ങളിലെയും കഥാപാത്രങ്ങൾ ശില്പങ്ങളായി പിറന്നിരിക്കുന്നു. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 14 ദിവസം നീണ്ടുനിന്ന ഗ്രാമോത്സവമായിരുന്നു അത്രേ പഴയ കാലത്ത്. പിന്നീടാണ് ക്ഷേത്രാങ്കണത്തിൽ ഇന്ന് കാണുന്ന വിധം 7 ദിവസത്തെ മഹോത്സവമായത്. 1-ാം വിഷു ദിവസം മേടസംക്രമത്തോടെ കൊടി കയറുന്ന ഈ ക്ഷേത്രോത്സവം 8-ാം ദിവസം ക്ഷേത്രച്ചിറയിലെ ആറാട്ടുത്സവത്തോടെ സമാപിക്കും. തൃശൂർ, പുതുക്കാട്, കുന്നത്തൂർ, കിഴക്കേടത്തെന്നറിയപ്പെടുന്ന അമ്പഴപ്പിള്ളി ഇല്ലക്കാരാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആചാര്യ കുടുംബം. ആഞ്ജനേയൻ, സുബ്രഹ്മണ്യൻ, ദക്ഷിണാമൂർത്തി, ഗണപതി, വനശാസ്താവ്, പോർക്കലി ഭഗവതി എന്നിവരാണ് പ്രധാന ഉപദേവതമാർ. നിത്യവഴിപാടിൽ പ്രധാനപ്പെട്ടത് പെരുമാൾക്ക് നെയ്യമൃത് വെച്ച് തൊഴലാണ്. നമസ്തേ ദാശരഥേ, നമസ്തേ സദാംപതേ, നമസ്തേ വേദപതേ, നമസ്തേ ദേവപതേ, നമസ്തേ മഖപതേ, നമസ്തേ ധരാപതേ.
പൂർണ്ണ കളഭാഭിഷിക്തനായി നിലകൊള്ളുന്ന ശ്രീരാമസ്വാമികളും രാമദാസനായ സാക്ഷാൽ ആഞ്ജനേയനും നിറദീപങ്ങളുടെ നിറമാലയും പുരാവൃത്തങ്ങളുമെല്ലാം ഭക്തകോടികളുടെ ഐശ്വര്യമുദ്രയാണ്. वेदपते ദുഃഖവും വേദനയും രോഗവുമെല്ലാം ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. മരണം സംഭവിക്കുമ്പോൾ ശരീരം പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മേൽ പറഞ്ഞവയൊന്നും നമുക്ക് ബാധകമല്ലാതായി മാറുന്നു. മറ്റൊന്ന്, അടുത്ത നിമിഷം സംഭവിക്കുന്നത് നല്ലതോ ചീത്തയോ എന്ന് മുൻകൂട്ടി പറയാൻ നമുക്കാർക്കും കഴിയില്ല എന്നതാണ്. ഈ വക സത്യങ്ങൾ നമുക്കറിയാമെന്നിരിക്കെ മരണത്തെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ജീവിതത്തെക്കുറിച്ചോർത്ത് മാത്രം ചിന്തിക്കുക, അത് പരമാവധി ഭംഗിയാക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.